ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യ ആഴ്ചയിൽ ഔട്ട് ആവാൻ പോകുന്നത് ആരാണ്? ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ആണ്. രേണുസുതിയാണോ ഔട്ട് ആവാൻ പോകുന്നത്? എന്താണ് സംഭവങ്ങൾ, അപ്ഡേറ്റുകൾ എന്താണ്? ലാലേട്ടന്റെ ഷൂട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുക? എന്താണ് സാറ്റർഡേ സൺഡേ ഷെഡ്യൂളുകൾ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് നമ്മുടെ പഴയ വ്യൂവേഴ്സിനൊക്കെ തന്നെ അറിയാമായിരിക്കും, ശനിയാഴ്ചയാണ് വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ലാലേട്ടൻ വരുന്ന ഷൂട്ടിംഗ് ശനിയാഴ്ചയാണ് നടക്കുന്നത്. ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഒരേ ദിവസമാണ് നടത്തുന്നത്. ഇന്ന് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും സാധാരണ ലാലേട്ടൻ അവിടെ ഷൂട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ ഷൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു 10 മണി തൊട്ട് ഏതാണ്ട് ഉച്ച വരെ 1 മണി വരെയാണ് സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് വരുന്നത്. അതിനുശേഷം ഇവർക്കൊരു ബ്രേക്ക് ഒക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് 2-2:30 ആകുമ്പോഴത്തേക്കും വീണ്ടും ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇന്ന് തന്നെ ചെയ്തു വെക്കും. എന്നിട്ട് അതാണ് നാളെ ഇടുന്നത്. ഇന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഇടുന്നതും നാളെ ഇടുന്നതും. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടും. അതാണ് നാളത്തെ ദിവസം. നാളെ ഇടാനുള്ള കണ്ടന്റ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അതിനെ അവർ മൺഡേ ആക്കി വീണ്ടും ടെലികാസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ ഷോ വൺ ഡേ വലിയ ഇഷ്യൂ ഇല്ല, നമുക്കത് കാണാൻ പറ്റുന്നത്, നമുക്ക് വലിയ ഡൗട്ട് അടിക്കാതെ. ഇതാണ് അതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം. ഇനി നമുക്കറിയാം, ഈ ആഴ്ചയില് ഫസ്റ്റ് വീക്കാണ്. 8 പേരാണ് മൊത്തത്തിൽ നോമിനേഷനിൽ ഉള്ളത്. എവിക്ഷനിൽ ഉള്ളത് 8 പേരാണ്. ആരൊക്കെ? നമ്മുടെ അനുമോള്, ഷാരിക, ആര്യൻ, രേണു, നെവിൻ, ജിസൈല്, രഞ്ജിത്ത്, ഷൈത്യ. അപ്പൊ ഇത്രയും പേരിൽ ആരായിരിക്കും ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത്? ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നിലധികം പേർ ഒരു പക്ഷെ ഔട്ടായേക്കാം. കാരണം 7ന്റെ പണിയാണ്. അപ്പൊ തുടക്കത്തിലെ ഒരു ഡബിൾ എവിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എന്ന് പേടിക്കും. കാരണം എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഇതിനകത്ത് വരാൻ ഇരിപ്പുണ്ട് എന്ന് പേടിക്കും. പക്ഷേ ഇതിനകത്ത് രേണുസുതി ഔട്ടാവോ, ഇവളെ എടുത്ത് പുറത്തറിയണം, ഇവളെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ ഞാൻ കാണുന്നതുകൊണ്ടും കുറേ ആർമി ഗ്രൂപ്പുകളിലും ഈ ബിഗ് ബോസ് ഗ്രൂപ്പുകളൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണുസുതി ഔട്ടാവില്ല. അത് ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ. രേണുസുതിയും അനുമോളും ഒന്നും തന്നെ ഇതിനകത്ത് ഔട്ടാവാനൊന്നും പോകുന്നില്ല. ഔട്ടാവാൻ സാധ്യത ഉള്ളത് രഞ്ജിത്തോ അല്ലെങ്കിൽ ഷാരികയായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി രഞ്ജിത്ത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് തോന്നുന്ന സാധനം. ബാക്കി നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷേ എവിക്ഷനൊക്കെ വരുന്നത് ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ സൺഡേയിലത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിലായിരിക്കും. അത് വൈകുന്നേരമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സാറ്റർഡേയിലത്തെ എപ്പിസോഡ് എവിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി തന്നെ അറിയാൻ പറ്റും. അപ്പൊ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കാം. പിന്നെ വൈൽഡ് കാർഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മുടെ വൈൽഡ് കാർഡ്സിനെയൊക്കെ അവർ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും കയറ്റാം, പ്ലാൻ ക്യാൻസലും ചെയ്യാം. ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് വീക്കാണ്. കറക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പക്ക നിങ്ങളുടെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലും കിട്ടുന്ന മുറയ്ക്ക് മാക്സിമം കിട്ടുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. എന്തായാലും രേണുസുതി ഔട്ടാണോ എന്നുള്ള ചോദ്യം അത് നിങ്ങളെടുത്ത് ദൂരെ കളഞ്ഞേക്ക് ആ ചോദ്യം. കാരണം അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരാൻ പോകുന്നില്ല. അനുമോള് സേഫാവും, രേണുസുതി സേഫാവും, ആര്യൻ കദൂരിയ സേഫാവും, ജിസേല് സേഫാവും. പിന്നെ ഇനി ബാക്കിയുള്ള 4 പേരിലാണ് ഡൗട്ട്. നെവിനും സേഫ് ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഷൈത്യ, രഞ്ജിത്ത്, ഷാരിക. 3 പേരിൽ ചുറ്റിപ്പറ്റിയായിരിക്കും സാധനം നിൽക്കുന്നത്. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് രഞ്ജിത്താണ്. ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കാണ്, ചിലപ്പോൾ എവിക്ഷൻ വെക്കില്ല എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കും. പക്ഷേ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ ആദ്യത്തെ ആഴ്ച തന്നെ വന്നാൽ കണ്ടോ, കണ്ടന്റ് കൊടുക്കുന്നവർക്ക് വോട്ട് കൊടുക്കാവൂ, സേഫ് ആയിട്ടിരിക്കുന്നവർക്ക് വോട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോ വന്ന സ്ഥിതിക്ക് ഒരു എവിക്ഷൻ അവർ ഉറപ്പായിട്ടും വെക്കും. കാരണം 7ന്റെ പണിയാണ്. തുടക്കത്തിലെ അലസി കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇതിനേക്കാളും ഭയങ്കര ഇതായിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ വന്നൊരു എവിക്ഷൻ നടത്തുന്നത് തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവരൊരു 50ാമത്തെ ദിവസം റീ എൻട്രി ചെയ്യിച്ചോട്ടെ. ഫസ്റ്റ് വീക്കിൽ ഔട്ടാക്കുന്ന ആളെ 50ാമത്തെ ദിവസം റീ എൻട്രി ചെയ്യിച്ചോട്ടെ. കളി മാറും, നല്ല രസമാവും, കാണാൻ സൂപ്പറാവും, നന്നായിരിക്കും. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് മൂക്കും പണ്ടൊക്കെ അടച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈവ് അപ്ഡേറ്റിൽ ഇപ്പൊ ജയിലിലെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ അവർക്ക് ആദ്യം കൊടുക്കുന്ന ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് വീണ്ടും അതേ ലെവലിൽ ടാസ്ക് കൊടുക്കുന്നുണ്ട്. അനീഷ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ആരും വിശ്വസിക്കുന്നില്ല. നേരം വെളുത്തിപ്പോൾ ആ ടാസ്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അനീഷിനെ പള്ളം വിളിച്ച് രാവി കിടക്കുകയാണ് വീട്ടുകാർ. ശനിയാഴ്ച സാധാരണ ലൈവില്
വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിന്ന് ലൈവ് അപ്ഡേറ്റ് ചെയ്യത്തുമില്ല. കാരണം അവരോട് പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഞാൻ ജസ്റ്റ് ലൈവ് കണ്ടോണ്ടിരിക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഇടയ്ക്ക് പറഞ്ഞുതരാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം ആരാണ് ഔട്ടാവുന്നത് എന്നുള്ള വിശദ വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ട്വിസ്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ.